ഹലോ നമസ്കാരം. കുറച്ച് ദിവസമായി യൂട്യൂബിൽ ഒരു വലിയ വീഡിയോ ഇട്ടിട്ട് ഭയങ്കര വെയിലാണ്, ഇന്ന് ഞാൻ ലീവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എങ്ങനെ ഇൻസൾട്ടിൽ നിന്ന് എങ്ങനെ ഒരാൾ നമ്മളെ കളിയാക്കിയ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇൻസൾട്ട് രക്ഷപ്പെടാമെന്നല്ല, നമുക്കതിൽ നിന്ന് എങ്ങനെ നമ്മളെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇനി കാണാൻ എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് ഒരു തുണ്ട് പേപ്പറിൽ കുറേ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. അവധികളെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരാൾ കളിയാക്കണമെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് കളിയാക്കുന്ന ആൾക്ക് ഇൻസെക്യൂരിറ്റിയും കുശുമ്പും ജലസും എല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരെ നമ്മൾ കളിയാക്കുന്നത്. ഈ കഴിവില്ലാത്തവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് ഈ കളിയാക്കൽ എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. കഴിവില്ലാത്തവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് കളിയാക്കൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന 5 പോയിന്റ് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇൻസൾട്ട് ഫീൽ ആവത്തില്ല, കളിയാക്കൽ ഫീൽ ആവത്തില്ല. ഞാൻ പോയിന്റുകളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സ്റ്റേ കാം, അതായത് നമ്മൾ സമാധാനത്തോട് കൂടി ഇരിക്കുക. ഇപ്പോൾ ഒരാൾ നമ്മൾ ഭയങ്കരമായിട്ട് കളിയാക്കുവാണെങ്കിൽ സമാധാനപരമായിട്ട് എല്ലാം കേട്ട് സമാധാനപരമായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദേഷ്യപ്പെടുമ്പം ഈ കളിയാക്കുന്നവർക്ക് ഇൻസെക്യൂരിറ്റി ഉള്ളവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കളിയാക്കുന്നത്. നമ്മളെ ദേഷ്യം അവർക്ക് കാണണം, എങ്ങനെയെങ്കിലും നമ്മളെ ദേഷ്യപ്പെട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കളിയാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്, സ്റ്റേ കാം. നമ്മൾ അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുകയും ചെയ്യരുത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, സ്റ്റേ കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആ എക്സ്പ്രസ് യുവർ ഫീലിംഗ്. രണ്ടാമത്തെ പോയിന്റ് എക്സ്പ്രസ് യുവർ ഫീലിംഗ്. നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരുവാണ്, നിങ്ങൾ ഒരാൾ കളിയാക്കി ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണെങ്കിൽ അത് കടിച്ചമർത്തിയിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് അവൻ്റെ അടുത്ത് ആൾക്കാർ ഇരിക്കെ തന്നെ പറയുക, നീ ആ സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ എന്നെ കളിയാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓപ്പണായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്സ് നീ ആ പറഞ്ഞ കാരണം എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഇനി നീ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുവാണെങ്കിൽ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ടോപ്പിക്കിൽ സംസാരിച്ച് വരരുത് എന്നുള്ള കാര്യം വിശദമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് സിംപ്ലി ഇഗ്നോർ. അതായത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരാൾ കളിയാക്കണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഓഫീസിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് പറയുന്നത്, അപ്പോൾ എന്ത് കോലാടാ നീ ഇങ്ങനെയാണോ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അപ്പം തന്നെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ചുറ്റും നേരെ ആനുവൽ ബഡ്ജറ്റിന്റെ കാര്യം എന്തായി, മറ്റേ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ച് അവന് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവനെ അങ്ങനെ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവൻ തന്നെ ചമ്മി പോകും. പിന്നെ അവൻ നമ്മളെ കളിയാക്കാൻ വരത്തില്ല. ഓക്കെ, അടുത്ത പോയിന്റാണ് യൂസ് ഹ്യൂമർ. അതായത് നമ്മൾ ഒരാൾ കളിയാക്കുകയാണ്, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവല്ല ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത്. മാക്സിമം ഹ്യൂമർ സെൻസോട് കൂടി ഓരോ കാര്യങ്ങളെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. ഇപ്പം നമ്മൾ ഒരാൾ കളിയാക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓഫീസിൽ വരുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ എല്ലാ ദിവസവും ലേറ്റായിട്ട് വരണം, എന്ത് പരിപാടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുവാണെങ്കിൽ നമ്മൾ പറയും, നിങ്ങളൊക്കെ നമ്മളെ ഗുരുക്കന്മാരെ, അപ്പം നിങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചൊരു ഹ്യൂമർ പരമായിട്ടൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ പോകും. സിമ്പിളായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആവും. പിന്നെ അടുത്ത അഞ്ചാമത്തെ കാര്യമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരാൾ കളിയാക്കുവാണ്, ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ലേണിംഗ് സ്കില്ല്, നമ്മളെ ക്ഷമ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേ കാം എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞ പോലത്തെ നമ്മൾ മാക്സിമം ക്ഷമയോട് കൂടി ഇരുന്ന് കേട്ടോണ്ടിരുന്നത്, ആ പറയുന്ന എല്ലാം കേട്ടോണ്ടിരുന്ന് നമ്മളെ ക്ഷമ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഓക്കെ, ക്ഷമ എന്ന് പറഞ്ഞ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ആവും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആറ്റിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് മനസ്സിലായി, നമ്മളെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇമ്പ്രൂവ് ആവും. അത് നമുക്ക് പഠിക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. നമ്മൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് അവൻ കളിയാക്കാൻ കാരണം, നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ ലേണിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആവും. നമുക്ക് ഈ ക്ഷമ എന്ന് പറയുന്നൊരു ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും കളിയാക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആരെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ.
പിന്നെന്താണ്, പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് ചോദിക്കാം. കുറേ പേർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യും. ഞാൻ വലിയ ആളൊന്നും അല്ല സർ. അപ്പോൾ എനിക്കങ്ങനെ ആരും വലുതായി പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ ഒരു കയറ്റം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മോണിറ്റൈസ് ആവും എന്നൊക്കെ സെറ്റപ്പ് ആവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇന്ന് ജോലിക്ക് പോകാത്തതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നല്ല പനിയും ജലദോഷമാണ്. ശബരിമലയ്ക്ക് പോയിട്ട് മഴ മൊത്തം നനഞ്ഞ് അങ്ങനെ കുറച്ച് സീനായിട്ടിരിക്കുക. ഓക്കെ, ശബ്ദത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. എൻ്റെ ഓഡിയൻസ് അത്രയും നല്ല ആൾക്കാരാണ്, അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണത്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. അണ്ണാ, എൻ്റെ വീട്ടിൽ വന്നു കയറിയ പ്രാവാണ്. ഞാൻ ഇതിന് പേരിടാൻ വേണ്ടിയിട്ട് സൂസി എന്നാണ് പേരിട്ടത്. പിന്നെ വേറെ എൻ്റെ വീട്ടിൽ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണിച്ചെടുത്ത് തരണ്ട, തുണിയൊക്കെ നനച്ചിട്ടില്ല. ഓക്കെ, ശരി. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എല്ലാ തുണിയും കാറ്റടിച്ച് പറന്നു വരാം. പിന്നെ ഇനി അമ്പലത്തിൽ പോകുമ്പോൾ ഓം നമ ശിവായ എന്ന് എഴുതിയത്, പിന്നെ അത് രാധേകൃഷ്ണ എന്ന് എഴുതിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കണം എന്ന് അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെയാണ്, അല്ല സുഖി, ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, എൻ്റെ പേര് നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണോ, എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു ഫാർമ കമ്പനിയുടെ മാനേജറാണ്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ പറ്റിയിട്ട് അറിയണോ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ ഓരോ ബുക്കൊക്കെ നല്ല രീതിയിൽ വായിക്കാറുണ്ട്. റെഫർ ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. വലിയ മുഖമൊക്കെ ഒരുമാതിരിക്കുന്നു. ഓക്കെ, ബായ്. താങ്ക് യു സോ മച്ച്.